£10,000 ഇല്ലെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റ് ചേട്ടാ കുറച്ചും കൂടി പല ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്റർവ്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ഉണ്ടോ ചേട്ടാ, ഇന്റർവ്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ഉണ്ടോ ചേട്ടാ, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന എന്നോട് ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ചേട്ടാ എന്ന്. അപ്പോൾ മച്ചാന്മാരെ, ഇതൊക്കെയാണ് ചേട്ടാ ഈ യൂണിവേഴ്സിറ്റി ഇല്ലാത്ത ഇന്റർവ്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി. പിന്നെ മച്ചാന്മാരെ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഗൂഗിൾ ഡോക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിൾ ഡോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏതോ ഒരു ക്രിമിക്ക് എനിക്ക് തോന്നുന്നു ഒരു ഹായ് ഗായ്സ്, ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മൾ അഫോർഡബിൾ യൂണിവേഴ്സിറ്റി സീരീസിൻ്റെ ഒരു 4ാമത്തെ ഒരു വീഡിയോ ആണ്. ആക്ച്വലി ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ, പക്ഷേ ആ വീഡിയോ എങ്ങാനും എൻ്റെ ഡിലീറ്റ് ആയി പോയി. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. മച്ചാന്മാരെ, £10,000 ഒരു 10 ലക്ഷത്തിന് താഴെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികൾ നമ്മൾ ചോദിക്കുന്നത്, ചേട്ടാ കുറഞ്ഞ ബഡ്ജറ്റ്, ചേട്ടാ കുറച്ചും കൂടി കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി ഞാൻ വീണ്ടും ഈ വീഡിയോ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് വീഡിയോ എടുത്ത് കവർ ചെയ്യണം. കാരണം ഇവിടെ ഞാൻ ഇവിടെ ജോലിക്ക് പോകുന്നത് കൊണ്ട് എനിക്കിവിടെ ടൈമൊന്നും അഡ്ജസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇന്ന് ഒരു ഓഫ് ആയതുകൊണ്ട് തന്നെ ഇന്ന് മാക്സിമം വീഡിയോസ് കവർ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ ഇടണം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇതേ കോസ്റ്റ്യൂമിൽ വീണ്ടും വന്ന് നിങ്ങളെ ശല്യം ചെയ്യുന്നത്. വേറൊന്നും വിചാരിക്കരുത്, ഇതേ ലൊക്കേഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, ലൊക്കേഷനും കോസ്റ്റ്യൂമും ഒന്നും അല്ലല്ലോ കാര്യം, നമുക്ക് വേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ, അതിനു മുമ്പ് ഒരു ഡിസ്ക്ലൈമർ. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഈ വീഡിയോ ഇത് എൻ്റെ റിസർച്ചിലൂടെയും ഞാൻ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിനായിട്ട് ചെക്ക് ചെയ്യുക. നമ്മൾ മനുഷ്യന്മാരാണ്, ചെറിയ തെറ്റൊക്കെ എവിടെയും വേണമെങ്കിൽ വരുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കുക. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അപ്പോൾ എൻ്റെ വീഡിയോകൾ കണ്ട് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റും കൂടി ഒന്ന് സന്ദർശിക്കുക. അതിനുശേഷം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് സന്ദർശിച്ച് യൂണിവേഴ്സിറ്റിയിൽ ഒരു അപ്ലിക്കേഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്ന ഒരു പല്ലവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ വേണമെങ്കിൽ തികച്ചും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴത്ത് നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് അഡ്മിഷൻ എന്ന് ടെസ്റ്റ് ചെയ്തിടുക. അല്ലെങ്കിൽ നമ്മളുടെ ഗൂഗിൾ ഡോക്കിനകത്ത് നിങ്ങളുടെ പേരും വിവരങ്ങളും രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ UK നിന്നും നാട്ടിൽ നിന്നും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാൻ മച്ചാന്മാരെ, ബ്ലാ അടി നിർത്തി. ഗായ്സ്, നമ്മൾ നിയമങ്ങൾ തെറ്റിരിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങിലോട്ടാണ് കിടക്കുന്നത്. ഗൈസ്, ഈ യൂണിവേഴ്സിറ്റി ഇതിൻ്റെ പഴയ റാങ്കിൽ നിന്ന് വീണ്ടും നില മെച്ചപ്പെടുത്തി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 81ാമത്തെ റാങ്കിങ്ങിലാണ് ഈ യൂണിവേഴ്സിറ്റി നിൽക്കുന്നത്. 81st റാങ്കിങ് ഇൻ ഗാർഡിയൻസ് യൂണിവേഴ്സിറ്റി റാങ്കിങ് 2021 പ്രകാരം നല്ല യൂണിവേഴ്സിറ്റി നില മെച്ചപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. അതേപോലെ തന്നെ മച്ചന്മാർ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്റർവ്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ഉണ്ടോ ചേട്ടാ, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയും കൂടി ഇൻക്ലൂഡഡ് ആണ് നമ്മളുടെ ഈ അഫോർഡബിൾ യൂണിവേഴ്സിറ്റി സീരീസിനകത്ത്. ഗായ്സ്, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നുണ്ട്. പല കാരണങ്ങളുണ്ട് ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ. ഒന്ന്, അഫോർഡബിൾ ഫീസിൽ പഠിക്കാൻ പറ്റുന്നു, ഒരു 10 ലക്ഷത്തിന് താഴെ പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു കാരണം തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി കൂടുതലും ആൾക്കാർ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം. പിന്നെ അതേപോലെ തന്നെ സ്കോളർഷിപ്പ് കോരി കൊടുക്കുക. നിങ്ങൾക്ക് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മച്ചാന്മാരെ, സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. ഈ യൂണിവേഴ്സിറ്റിയിലെ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. കുറച്ച് ശൈലിയിലൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും വിചാരിക്കരുത്, കട്ടായതൊന്നുമല്ല. കാരണം ഇവിടെ തണുപ്പും കൂടി ആയതുകൊണ്ട് കൈയൊക്കെ ഭയങ്കര വേദന. അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ ആ ഒരു വേഗതയാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നോക്കാം. റാങ്കിങ് നോക്കി, നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റി ലൊക്കേഷൻ ചെസ്റ്റർ എന്നത് ഏകദേശം മാഞ്ചസ്റ്റർ എന്നൊരു 55 മിനിറ്റ്സ് ട്രാവൽ ഡിസ്റ്റൻസിലാണ്. കൂടുതലും കുട്ടികൾ മാഞ്ചസ്റ്ററിൽ തന്നെയാണ് താമസിക്കുന്നത്. ലിവർപൂളും മാഞ്ചസ്റ്ററിലൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. കാരണം പാർട്ട് ടൈമിനുള്ള ഒരു സാധ്യത, ഈ മാഞ്ചസ്റ്റർ ഏരിയ അറിയാലോ, വലിയൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളും ഇവിടെയാണ് താമസിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് ക്ലാസ്സുകളാണെങ്കിൽ 1-2 ദിവസമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പാർട്ട് ടൈം ജോബ് നടക്കും. അതേപോലെ തന്നെ ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ ഒരുപാടുള്ള ഒരു വലിയൊരു സിറ്റി ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒരുപാടുള്ളത് കൊണ്ട് കുട്ടികൾ ഇവിടെ താമസിച്ച് പഠിക്കുന്നതാണ് പതിവ്.
അപ്പോൾ യൂണിവേഴ്സിറ്റി ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. യൂണിവേഴ്സിറ്റിയുടെ ഫീസ് സ്ട്രക്ചർ, ഈ യൂണിവേഴ്സിറ്റി ഫീസ് സ്ട്രക്ചർ 21 to 22 ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് 12,750 ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് 12,950 £ആണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ ഫീസ്. ചെറിയൊരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ, വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ നിങ്ങൾ വെബ്സൈറ്റുകൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കുക. കാരണം ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിലും കൂടുതൽ വെബ്സൈറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, വെബ്സൈറ്റ് അവർ സന്ദർശിക്കുന്നുണ്ടോ എന്നായിരിക്കും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്നെ മച്ചാന്മാരെ അറിയാൻ പറഞ്ഞു വിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർവ്യൂയുടെ കാര്യം. ഇവിടെ വലിയൊരു കാര്യത്ത് ഇൻ്റർവ്യൂ ഇല്ല. റയർ കേസുകളിൽ, വലിയ കേസുകളിൽ ഇൻ്റർവ്യൂ വന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കുട്ടികൾ ഇൻ്റർവ്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന എന്നോട് ചോദിക്കുന്നുണ്ട്, ഏതൊക്കെയാണ് ചേട്ടാന്ന്. അപ്പോൾ മച്ചാന്മാരെ, ഇതൊക്കെയാണ് ചേട്ടാ ഈ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് ഈ 12,950 £, 12,950 £ആണ് ട്യൂഷൻ ഫീസ് എങ്കിലും ഇവിടെ സ്കോളർഷിപ്പ് നിങ്ങളുടെ മാർക്കിനനുസരിച്ച് കിട്ടും. എങ്ങനെ ആയാലും ഒരു 2,500 £, സ്കോളർഷിപ്പ് കിട്ടും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അത് മാത്രമല്ല, പല കുട്ടികൾക്കും അത് 3,000-3,000-ന് മേലെയും കിട്ടിയിട്ടുള്ള കുട്ടികൾ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ ഈ സ്കോളർഷിപ്പിനും കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 ലക്ഷത്തിന് താഴെ പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. എവരി ഗ്രീൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഫുള്ള് പച്ചപ്പ്, ഈ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് മച്ചാമാനെ, ഈ എല്ലാവരും ചെസ്റ്റർ യൂണിവേഴ്സിറ്റി ഒരു ഓപ്ഷനാക്കി മാറ്റുക. അത്യാവശ്യം റാങ്കിങ് ഉള്ളൊരു യൂണിവേഴ്സിറ്റി. ഞാൻ പറഞ്ഞു മച്ചാമാരെ, പ്രൊഫൈൽ മുഖ്യമാണ്. പ്രൊഫൈൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രൊഫൈൽ അനലൈസ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ താഴത്ത് ഇല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് പറഞ്ഞ് മാത്രം ഞാൻ വെറുപ്പിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടംപോലെ കോഴ്സുകളാണ് മച്ചാമാരെ, ഇഷ്ടംപോലെ കോഴ്സുകൾ. എന്നാൽ ഈ യൂണിവേഴ്സിറ്റി ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതിലേക്കാണെന്ന് പറഞ്ഞുതരാം. ഈ യൂണിവേഴ്സിറ്റി 2005 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് ഫേമസ് ആയിരിക്കുന്നത് ബിസിനസ്, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് സയൻസിലാണ് ഈ യൂണിവേഴ്സിറ്റി ഫേമസ് ആയിരിക്കുന്നത്. അപ്പോൾ മച്ചാമാരെ, യൂണിവേഴ്സിറ്റി ഏതിലൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ളതെന്ന് അറിയാം. അപ്പോൾ ഇനി യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. ഇഷ്ടംപോലെ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്ഷനാണ്. അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി. അതേപോലെ തന്നെ സ്കോളർഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 2,500 £, തൊട്ട് 3,000 വരെ കിട്ടുന്നുണ്ട്. അതിന് മേലെയും കിട്ടുന്നുണ്ട് യൂണിവേഴ്സിറ്റി. അതേപോലെ തന്നെ ട്യൂഷൻ ഫീസ് അതൊരു വലിയൊരു ബേർഡൻ ആവില്ല. കാരണം ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 ലക്ഷത്തിന് പഠിക്കാം. ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിനെ കുറിച്ച് ഇനി പറയാനുള്ളത് ഇൻ്റർവ്യൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ധാരണയായി. അപ്പോൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതിൽ ഒരു മടിയും വെക്കേണ്ട. നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു. ഒരുപാട് യൂണിവേഴ്സിറ്റിന് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. മച്ചാമാരെ, നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഒരു അപ്ലൈ ചെയ്ത ഒരു ആപ്ലിക്കേഷനൊക്കെ ഇട്ട് ഓഫർ ലെറ്ററൊക്കെ എടുത്ത് വെക്കി. എന്നിട്ട് നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ കറക്കി കുത്തി നമ്മളിങ്ങനെ ഇടുമല്ലോ, ഏതിലാണ് പോയി വീഴുന്ന ആ യൂണിവേഴ്സിറ്റി എടുക്കുക. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. UK ഫുള്ള് യൂണിവേഴ്സിറ്റി ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൺഫ്യൂഷനാണ് ഞാൻ ഏത് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റിയും മെച്ചപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ മാക്സിമം നോക്കുന്നത് ഈ UK-യിലുള്ള 122 യൂണിവേഴ്സിറ്റി ഉണ്ട്. എല്ലാം 1 തൊട്ട് വീഡിയോ ചെയ്താലോ എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും കോഴ്സ് വിവരങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഗൂഗിൾ ഡോക്കിനകത്ത് രജിസ്റ്റർ ചെയ്യുക. പിന്നെ മച്ചാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഗൂഗിൾ ഡോക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിൾ ഡോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏതോ ഒരു ക്രിമിക്ക് എനിക്ക് തോന്നുന്നു ഒരു പിതൃശൂന്യന് നമ്മുടെ ഗൂഗിൾ ഡോക്കിനകത്ത് കയറിയിട്ട് അവൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരുകൾ, ഇല്ലെങ്കിൽ വീട്ടിലെ അമ്മയും അച്ഛനെയൊക്കെ അവൻ സ്നേഹത്തോട് വിളിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിടാറുണ്ട് കേട്ടോ. അയ്യോ, എനിക്ക് വയ്യ. ഞാൻ ഈ വീഡിയോയിൽ പറയണമെന്ന് ആഗ്രഹിച്ചല്ല, എന്നാൽ കൂടി പറഞ്ഞു പോയി. ഗൂഗിൾ ഡോക്ക് ഇടുന്നതല്ലേ, ചിലപ്പോൾ ആ പുള്ളിക്കാരൻ വീണ്ടും പുള്ളിയുടെ അമ്മയും അച്ഛനെയും വൈഫിനെയൊക്കെ വിളിക്കുന്ന അതേ സംഭവങ്ങൾ ഇവിടെ വിളിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മച്ചാന്മാരെ, ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക.